ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. നമ്മളിന്ന് ബഹ്റൈൻ ടു സൗദി കോസ്വേയിലൂടെ ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. സൗദിക്ക് പോകുന്ന ആളുകൾ ആദ്യം ഇവിടെ ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് വരുന്നത് 1200 ഇതാണ് ഇൻഷുറൻസ് എടുക്കുന്ന സ്ഥലം. ഇത് നമുക്ക് ആപ്പ് വഴി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇൻഷുറൻസ് എടുത്തു. ഇത് ഹൈവേയിൽ തന്നെയാണ്. നമ്മൾ ഇൻഷുറൻസ് എടുത്തു പുറത്തിറങ്ങുന്നത് നേരെ ഹൈവേയിലേക്ക് തന്നെയാണ്. ഹൈവേ നേരെ ചെല്ലുന്നത് ടോൾ ബൂത്തിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ വരുന്നത് 2.5 ബഹ്റൈൻ ദിനാറാണ്. അതായത് സൗദി റിയാലും ഇവിടെ സ്വീകരിക്കും. 25 റിയാലാണ് സൗദി റിയാൽ വേണ്ടത്. ഇവിടെ കോസ്റ്റോ പ്രവേശിക്കുന്ന എല്ലാവരും ഈ ടോൾ ബൂത്തിൽ പൈസ അടയ്ക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ സൗദി പോയി തിരിച്ചു വരുമ്പം ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് നമുക്ക് ഇമിഗ്രേഷന് കാര്യങ്ങൾ കുറച്ച് ഫോർമാലിറ്റീസുകളുണ്ട്. ഇവിടെ നിന്ന് ഫസ്റ്റ് ഒരു കൗണ്ടറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ തരും. ആ ടോക്കൺ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകാൻ പാടില്ല. അതും കയ്യിൽ വെക്കണം. പിന്നെ പാസ്പോർട്ട് അടുത്ത കൗണ്ടറിൽ കൊടുക്കാം. ഗ്രീൻ സിഗ്നലിൽ കയറി കഴിഞ്ഞാൽ പാസ്പോർട്ട് കൊടുക്കാം. അവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് വിടും. പിന്നെ അടുത്തത് സൗദി കസ്റ്റംസ് ഉണ്ടാകും. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ തന്നെ എല്ലാം ചെക്ക് ചെയ്യും. അവസാനത്തെ സ്ലിപ്പ് ലാസ്റ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ വണ്ടി സ്കാനിങ്ങിനിടും. സ്കാനിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനൊന്നും ഒരു തലയും വാലും ഉണ്ടാവില്ല. ഏതായാലും ഇന്ന് വണ്ടി സ്കാനിങ്ങിന് ഇട്ടിട്ടില്ല. നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ കയറാൻ പോകുന്നത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കയറ്റാണിത്. ഇതേപോലത്തെ 2 പാലുണ്ടാവും ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിലേക്ക്. ഇതേപോലെ ബഹ്റൈൻ സൈഡിലും ഉണ്ടാവും, അതേപോലെ സൗദി സൈഡിലും ഉണ്ടാകും. അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ്.
1954 സൗദി രാജാവ് ബഹ്റൈനിൽ ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്താണ് ഈ പാലം പണിയാനുള്ള ഒരു പദ്ധതി ആരംഭിക്കുന്നത്. സൗദിയുമായിട്ടുള്ള ബന്ധമൊന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാലത്തെ പറ്റി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ ഇതിന് 1968 ഇതിൻ്റെ സർവേ വന്നു. 1981 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 1986 ഇത് പൊതുജനങ്ങൾ കയ്യിൽ തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ബഹ്റൈനിലേക്ക് തന്നെ പോവുകയാണ്. ബഹ്റൈനിലേക്ക് തന്നെ പോകാൻ നമ്മൾ ടോൾ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ 2.5 ബഹ്റൈൻ ദിനാർ കൊടുക്കണം. ഈ വലത് ഭാഗത്തൊക്കെ കാണുന്ന സ്ഥലം സൗദിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മണ്ണിട്ടൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പാലത്തിൻ്റെ കയറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ പാലത്തിൻ്റെ ഫോട്ടോ ഒന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ ബഹ്റൈനിലേക്ക് എത്തുകയാണ്. കസ്റ്റംസ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സെയിം ഫോർമാലിറ്റീസ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടാകും. അങ്ങനെ നമ്മൾ തിരിച്ച് ബഹ്റൈനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് ശരിക്ക് ഒരു ഐലൻഡ് ആ രൂപത്തിലാണ് കേട്ടോ. ചെറിയൊരു ഐലൻഡ് തന്നെയാണിത്. പക്ഷെ ഇവിടെ ഐലൻഡ് എന്നൊന്നും അറിയപ്പെടുന്നില്ല. ഇവിടെ കോസ്വേ എന്ന് തന്നെയാണ് പറയൽ ഇവിടേക്ക്. ഈ ചെറിയൊരു സ്ഥലത്തിനുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും മൊത്തത്തിൽ നമുക്കൊന്ന് നടന്ന് കാണാം. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആ കളറ്, കടലിലെ വെള്ളത്തിൻ്റെ ആ ഒരു പച്ച കളർ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. ഇത്ര ദൂരത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പ്രത്യേക ഭംഗിയാണത്. ഈന്തപ്പനകളും എല്ലാം ഉണ്ട്. വൗ, ബഹ്റൈനിലുള്ള ആൾക്കാരൊക്കെ ഒരു വട്ടം തന്നെ വന്ന് കാണണം കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. വാവ്, എന്തായാലും ഒരു ഭംഗി. ആ കാണുന്നതാണ് കേട്ടോ പാലം. ഈ പാലത്തിൻ്റെ നീളം വരുന്നത് 25 കിലോമീറ്ററും സംതിങ്ങും ഉണ്ട്.
25 കിലോമീറ്ററിനുള്ളിലാണ് വരുന്നത് പാലത്തിൻ്റെ നീളം. ഇവിടെ വാച്ചിങ് ടവർ, അതേപോലെ റെസ്റ്റോറൻറ്റ് അതെല്ലാം ഉണ്ട്. ഇത് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണത്. വാച്ചിങ് ടവർ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, ഇപ്പോൾ ഓപ്പൺ അല്ല റെസ്റ്റോറൻറ്റ്. ഈ ചങ്ങായിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ്. ആ വാച്ചിങ് ടവറിൻ്റെ തൊട്ടടുത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ അലാമിൻ്റെ ഭയങ്കര സൗണ്ട്, ഭയങ്കരമായിട്ട് അലാം അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല, തൊട്ടടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെ നാട്ടുകാരെ കണ്ട അവിടെ ഈ കാണുന്ന പള്ളി 1987 കേട്ടോ ഇവിടെ തുറന്നു കൊടുത്തിട്ടുള്ളത്. എല്ലാ നല്ല സൗകര്യങ്ങളും കൂടിയുള്ള പള്ളിയാണ്. ഈ നിയമങ്ങൾ നോക്കിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് ലൈൻ ഒന്നായിട്ട് അങ്ങ് എടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, നമ്മൾ മാറിക്കൊടുത്ത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അടാ, എന്ത് ചെയ്യും. ചിലയിടങ്ങളിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി. ഈ കാണുന്ന പുള്ളിയാട്ടോ ഈ ചാനൽ ഓണർ എന്ന് പറയുന്നത്. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള പൂതി കൊണ്ട് തുടങ്ങിയതാണ്. എന്താ ചെയ്യേണ്ടിയെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്ത് പാട്ടൊക്കെ പാടിയിട്ടോന്ന്. 3-4 ചെറിയ പാട്ടൊക്കെ പാടിയിട്ട് നോക്കി, ഒരു രക്ഷയില്ല, എവിടെ എത്തൂല എന്ന് കണ്ടപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പഠിച്ചിട്ടൊന്നുമില്ല, എന്തൊക്കെ ആവും നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ മക്ഡൊണാൾഡ്സ്, ജാസ്മിസ്, 24 ഹവേഴ്സ് ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ ബെറ്റൽക്കോ, സെയിന്, SGC ഒക്കെ ഇതിൻ്റെ ഓഫീസുകളുണ്ട്. ഇവിടെ എത്തിപ്പെടുന്ന ആരും ഒന്നുമില്ലാതെ എന്നല്ല, ഒന്നിനൊരു കുറവും ഉണ്ടാവില്ല. ആ ഒരു സെറ്റപ്പിൽ അവിടെ ഉള്ളത്. നമ്മൾ മെല്ലെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. ആ സമയത്താണ് ഇവിടെ നല്ലൊരു വിഷ്വൽ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഇവിടെ നിർത്തി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആ പയ്യ ഒരു ചോദ്യം, എന്താ പ്രശ്നമെന്ന്, എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. സംഭവം ആ പുല്ലിലേക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല. ഓൻ വിചാരിച്ച് ആ പുല്ലിലേക്ക് അങ്ങോട്ട് കയറിയത് എങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ് ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. എല്ലാവരും വണ്ടി എടുത്ത് പോന്ന് ബഹ്റൈനിലെ ജസറയിൽ നിന്നും തുടങ്ങിയിട്ട് സൗദിയിലെ അൽഖബാർ, അസീസിയ, ദമാം ഈ ഭാഗത്തൊക്കെയാണ് ഈ റോഡ് എത്തിച്ചേരുന്നത്. 25 കിലോമീറ്റർ 25.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ റോഡിൻ്റെ നീളമുള്ളത്. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കുറ്റവും കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്കത് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് വിചാരിക്കുക. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് ഒക്കെ തരിക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. ആദ്യമായിട്ട് എടുക്കുന്ന വ്ളോഗായതുകൊണ്ട് അതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, എല്ലാം ക്ഷമിക്കുക. ഒരുപാട് ഞാൻ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പം നമ്മളിവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോകൾ കാണാനൊക്കെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിടുക. അതുവരെ ഇനി പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.